ശ്രീകാകുളം ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ച സംഭവത്തിൽ ക്ഷേത്ര ഉടമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. ക്ഷേത്രം നിർമ്മിച്ചത് അനുമതിയില്ലാതെ എന്ന പോലീസ്. സംഭവത്തിൽ ക്ഷേത്ര ഉടമയായ ഹരിമുകുന്ദ പാണ്ഡെക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്തു. രഞ്ജിൽ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിൽ പറയും. കാളിദാസ്, ഇന്നലെ ഉണ്ടായ ഈ ഒരു ശ്രീകാകുളത്തെ കാസിബുഗ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ ക്ഷേത്ര ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം സംഘടിപ്പിച്ചത് പോലീസിനോട് അനുമതി ചോദിക്കാതെയാണ്, അതേപോലെ തന്നെ ക്ഷേത്രം നിർമ്മിച്ചതും പോലീസിന്റെ അനുമതി ഇല്ലാതെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ 1000-ഓ 2000-ഓ ആളുകൾക്ക് മാത്രം വരാനുള്ള, അല്ലെങ്കിൽ മാത്രം ആളുകളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് 1.5 ലക്ഷത്തോളം ആളുകൾ തിങ്ങിക്കൂടിയത്. ഏറെ നേരം ഈ ഒരു ക്യൂവിൽ നിന്നതിന് ശേഷം ആളുകൾ അല്ലെങ്കിൽ ആളുകൾ മുമ്പിലോട്ട് പോകുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. തുടർന്നാണ് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് 9 പേരുടെ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ആ അപകടത്തിലാണ് ഇപ്പോൾ നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ മരിച്ചതിൽ സ്ത്രീകളും 12 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽ 9 മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ നായിഡു ഈ ഒരു സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയിരുന്നു. അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും അധികൃതരൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തെത്തി വേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായവും അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ കുടുംബത്തിനും ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി വേണ്ട നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 9 പേർ മരിച്ച ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ക്ഷേത്രം ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിലെ ഈ ഒരു ഉത്സവത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ പോലീസിനെ അറിയിച്ചിരുന്നില്ല. യാതൊരു വിശദാംശങ്ങളും പോലീസിന് നൽകിയിരുന്നില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു അറിയിപ്പ്. അതേപോലെ തന്നെ ഈ ഒരു ആളുകൾ തിങ്ങി വന്ന ഒരു സമയത്ത് അപകടം നിയന്ത്രിക്കാനായിട്ടുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആളുകൾ കുറേ പേർ കുഴഞ്ഞു വീണിരുന്നു. അവരൊക്കെ തന്നെ അപ്പം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു അമ്പലത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് കുറേ പേര് വീണുപോയി. ആ ഒരു സമയത്താണ് ഈ ഒരു ആളുകൾ കൂടുതൽ മരിച്ചത്. എന്തായാലും ഈ ഒരു അപകടത്തിൽ ഇപ്പോൾ നരഹത്യയ്ക്ക് കേസെടുത്തിട്ടുണ്ട് ക്ഷേത്രം ഉടമയ്ക്കെതിരെ. മറ്റ് നടപടിയെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. കാളിദാസ്. ശരി, രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.